ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹജറുൽ അസ്വദിനെ കുറിച്ചാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യ സ്പന്ദനങ്ങൾ ഭൂമിയിൽ ഉണ്ടായത് മുതൽ തുടങ്ങുന്നു ഹജറുൽ അസ്വദിന്റെ ചരിത്രം. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഹറമിലെത്തുന്ന വിശ്വാസി സമൂഹം ഹജറുൽ അസ്വദിനെ ചുംബിച്ചും സ്പർശിച്ചും തവാഫ് ആരംഭിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നുവരെ ഈ സ്വർഗീയ കല്ലിന്റെ പവിത്രത തെല്ലും കുറഞ്ഞിട്ടേയില്ല. അചേതന വസ്തുവായ ഈ കല്ലിന് ഇത്രമേൽ ശ്രേഷ്ഠത കൈവരാൻ കാരണമെന്താണ്? കല്ലിൽ കൊത്തിയെടുത്ത ബിംബങ്ങളെ പൂജിക്കുന്നത് അസംബന്ധമായി കണക്കാക്കുന്ന പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിനും അതിന് വന്ദിക്കുന്നതിനും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്? മതപ്രമാണങ്ങളിൽ അതിന് വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. അല്ലാഹു തആല കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ യാതൊരുവിധ ഭിന്നാഭിപ്രായവുമില്ല. എന്നാൽ ഇറങ്ങിയ സന്ദർഭം ഏതെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രിയിൽ തന്നെ ഹജറും ഇറങ്ങിയെന്നാണ് ഒരു പക്ഷം. ഊദ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, ആദം നബി അലൈഹിസ്സലാം നഗ്നത മറച്ച അത്തിമരത്തിന്റെ ഇല, ഹജറുൽ അസ്വദ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മോതിരം തുടങ്ങിയവ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയ അതേ രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രകാരനായ വഹബ് ഇബ്നു മുനബ്ബഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ തൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാനായി ഹജറുൽ അസ്വദിനെ കൂടെ എടുത്തു. ഹദീസിൽ വന്നത് ഇപ്രകാരം: ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഹജറുൽ അസ്വദ് കാണുകയും വെളുത്ത മുത്തുപോലെ പ്രകാശം ചൊരിയുന്ന ആ കല്ലിനെ തനിക്ക് കൂട്ടിനായി എടുക്കുകയും ചെയ്തു. ഏകദേശം 40 അടി നീളവും 35 അടി വീതിയും 56 അടി ഉയരവുമുള്ള കഅബ ഷരീഫിന്റെ 4 മൂലകളിലൊന്നായ റുക്കുനിൽ അസ്വദിൽ വെള്ളിയാൽ ആവരണം ചെയ്യപ്പെട്ട രീതിയിൽ 7ഓളം കഷ്ണങ്ങളായാണ് ഹജറുൽ അസ്വദ് ഇന്ന് കാണപ്പെടുന്നത്. ഇത് ഇവിടെ എത്തിയത് എങ്ങനെയാണ്? ഇബ്നു മുനബ്ബഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണം: ഭൂമിയിലെത്തിയ ശേഷം കഅബ നിർമ്മാണ വേളയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം ആദം നബി അലൈഹിസ്സലാം കഅബയിൽ സ്ഥാപിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ കഅബ ഷരീഫിന്റെ അടിത്തറ ബാക്കിയാക്കി മുഴുവനും അല്ലാഹു തആല ഉയർത്തുകയുണ്ടായി. കൂട്ടത്തിൽ ഹജറുൽ അസ്വദും ഉയർത്തപ്പെട്ടു. കഅബ പുനർനിർമ്മാണ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് തവാഫ് ആരംഭിക്കാനുള്ള അടയാളമായി എന്തെങ്കിലും സ്ഥാപിക്കണമെന്ന് നിനച്ചു. മകൻ ഇസ്മായിലിനോട് അടയാളമായി ഒരു നല്ല കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിതാവേ, ക്ഷീണിച്ചുവല്ലോ എന്ന് മറുപടിയും പറഞ്ഞു. വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ല് അന്വേഷിച്ചു പുറപ്പെട്ടു. തത്സമയം ജിബ്രീൽ അലൈഹിസ്സലാം വരികയും തിളക്കമുള്ള ഹജറുൽ അസ്വദ് നൽകുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പ്രതിഷ്ഠിച്ചു. കല്ലുമായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ ഹജറുൽ അസ്വദ് കാണുകയും ഇത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുകയും ഉണ്ടായി. നിന്നേക്കാൾ ഉന്മേഷമുള്ള ഒരാളാണ് ഇത് കൊണ്ടുവന്നതെന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പുത്രന് കൊടുത്ത മറുപടി. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം കാണാം: അബൂ ഖുബൈസ് പർവ്വതത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ മഹാപ്രളയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് സൂക്ഷിക്കാൻ അബൂ ഖുബൈസ് പർവ്വതത്തെ അല്ലാഹു തആല നിയോഗിച്ചുവെന്നും കഅബയുടെ പുനർനിർമ്മാണ വേളയിൽ ഹജർ സ്ഥാപിക്കേണ്ട സ്ഥലമെത്തിയപ്പോൾ പർവ്വതം, ഇബ്രാഹിം, അല്ലാഹുവിൻ്റെ ഖലീൽ, താങ്കൾക്കുള്ള ഒരു സ്വത്ത് എൻ്റെ അടുക്കൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതെടുത്തുകൊള്ളൂ എന്ന് വിളിച്ചു പറയുകയുമുണ്ടായി എന്നും ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്വേഷിച്ചു പോവുകയും ഹജർ കണ്ടെത്തുകയും ചെയ്തു. സൂക്ഷിപ്പ് മുതൽ ഭദ്രമായി സംരക്ഷിച്ചതുകൊണ്ട് അൽ അമീൻ എന്നും ഈ പർവ്വതത്തെ വിളിക്കാറുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാം വയസ്സിൽ ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കുമ്പോൾ ഹജറുൽ അസ്വദ് നിശ്ചിത സ്ഥാനത്ത് ആരുവെക്കും എന്നതിൽ തർക്കം രൂപപ്പെട്ടു. 5 ദിവസത്തോളം തർക്കം നിലനിന്നു. അവസാനം അബൂ ഉബയ്യത്ത് ബിൻ മുഈറയുടെ നിർദ്ദേശപ്രകാരം ഇനി കഅബയിലേക്ക് ആദ്യം വരുന്നയാളുടെ അഭിപ്രായം മാനിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കടന്നു വന്നത്. വിവരം ധരിപ്പിച്ചപ്പോൾ തൻ്റെ വസ്ത്രം നിലത്തി വിരിച്ച് അതിൽ ഹജറുൽ അസ്വദ് വെച്ച ശേഷം 4 ഗോത്രപ്രമുഖരായ ഉത്ബത്ത് ബിൻ റബീഅ, സംഅ, അബൂ ഹുദൈഫത്തുൽ മുഈറ, ഖൈസ് ബിൻ അദി എന്നിവരോട് 4 മൂലകളിലായി പിടിക്കാൻ നിർദ്ദേശിച്ചു. അവർ കല്ല് ഉയർത്തുകയും ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ തൃക്കൈ കൊണ്ട് യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തത് ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ്.
ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ഭരണശേഷം അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ വിശുദ്ധ ഗേഹം പുതുക്കി പണിയുകയുണ്ടായി. ആ സമയം ഹജറുൽ അസ്വദ് ദാറുൻ നദവയിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. അത് കഅബയിൽ പുനഃസ്ഥാപിക്കേണ്ട നേരമായപ്പോൾ തർക്കം ഒഴിവാക്കാൻ വേണ്ടി മഹാനവറുകൾ ഹറം പള്ളിയിൽ പ്രവേശിച്ച് നിസ്കരിക്കാൻ തുടങ്ങുകയും മകൻ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് മറ്റൊരാളോടും ഈ സമയത്ത് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഹജറുൽ അസ്വദ് ആദ്യമേ കറുത്തതല്ലായിരുന്നെന്നാണ് പ്രബലമായ അഭിപ്രായം. വെളുത്ത മുത്തുപോലെ പ്രകാശിച്ചിരുന്ന പ്രസ്തുത കല്ല് എങ്ങനെയാണ് കറുത്തത് എന്നതിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നിറക്കപ്പെട്ടതാണ്. അന്നത് പാലിനേക്കാൾ ശക്തമായ വെളുപ്പുള്ളതായിരുന്നു. മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു. ഇതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നിറക്കപ്പെട്ടപ്പോൾ ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു. മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു. മുസ്നദ് അഹമ്മദിൽ ഇപ്രകാരവും നമുക്ക് കാണാൻ കഴിയും. ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ കരയുകയും പാപമോചനം തേടുകയും സ്വർഗത്തിൽ നിന്നെടുത്ത ഹജറുൽ അസ്വദ് കൊണ്ട് കണ്ണുനീർ തുടക്കുകയും ചെയ്തു. ഇത് തുടർന്നതിനാലാണ് നിറം മാറ്റം സംഭവിച്ചത്. കറുപ്പ് വർദ്ധിക്കാൻ കാരണമായ മറ്റ് 2 കാരണങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്. മക്ക ഖുറൈശികളുടെ കാലത്തെ തീപിടുത്തവും പിന്നീട് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ തീപിടുത്തവുമാണ്. സീറത്തുൽ ഹലബിയിൽ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്. ഹിജ്റ 270 അബൂ സഈദിന്റെ നേതൃത്വത്തിൽ കൂഫയിൽ രൂപം കൊണ്ട ഷീഈകളിലെ ഖറാമിത്ത വിഭാഗം ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയുണ്ടായി. ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. മദ്യസേവയ്ക്ക് കുഴപ്പമില്ല, ജനാബത്ത് കുളി നിർവഹിക്കേണ്ടതില്ല, ഹജ്ജ് ബൈത്തുൽ മുഖദ്ദസിലാണ്, പേർഷ്യൻ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള നെയ്റൂസ് മഹർജാൻ ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ പോകുന്നു ഇവരുടെ പൊള്ളവാദങ്ങൾ. ഇവർക്കെതിരെ അബ്ബാസി ഭരണകൂടത്തിലെ 16ാം ഖലീഫ അൽ മുഖ്തദിർ ബില്ല പട നയിക്കുകയുണ്ടായി. അങ്ങനെ ഹജറുൽ അസ്വദ് തിരിച്ചെടുത്തു. പിന്നീട് ഹജ്ജ് വേളയിൽ മക്കയിലെത്തിയ മുഖ്തദിറിനെയും സംഘത്തെയും അബൂ സഈദിന്റെ പുത്രൻ അബൂ താഹിർ ആക്രമിച്ചു. വിശുദ്ധ ഹറമിൽ വെച്ച് ഹാജിമാരെ ക്രൂരമായി കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരെ സംസം കിണലിട്ടു. ഹജറുൽ അസ്വദ് പൊട്ടിച്ചു കൊണ്ടുപോയി. പിന്നീട് 20 വർഷക്കാലം ഹജർ ഇവരുടെ കൈകളിലായിരുന്നു. അബ്ബാസി ഭരണകൂടത്തിലെ 24ാം ഖലീഫ അൽ മുത്തി ആണ് ഇവരിൽ നിന്നും ഹജർ തിരിച്ചു പിടിക്കുന്നത്. ശേഷം ഉരുക്കിയ 3790 ദിർഹം വെള്ളിയിൽ പൊതിഞ്ഞ് കഅബയിൽ സൂക്ഷിച്ചു. ഹിജ്റ 413 ഹജർ മോഷ്ടിച്ചു കൊണ്ടുപോയതായി ചരിത്രരേഖകളിൽ കാണാൻ കഴിയും. അത് 3 കഷ്ണങ്ങളായി പിളർന്നു. ശേഷം ബനു ഷൈബയാണ് ഇവ ഒരുമിച്ച് കൂട്ടി കഅബയിൽ സ്ഥാപിച്ചത്. അനവധി മഹത്വങ്ങൾ ഹജറുൽ അസ്വദിൽ അടങ്ങിയിട്ടുണ്ട്. ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ മാണിക്യം എന്നാണ് അറിയപ്പെടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജറുൽ അസ്വദും റുക്കുനുൽ യമാനിയും സ്വർഗീയ മാണിക്യങ്ങളിൽപ്പെട്ട 2 മാണിക്യങ്ങളാണ്. അവ രണ്ടിൻ്റെയും പ്രകാശം കെടുത്തിക്കളഞ്ഞതാണ്. അല്ലായിരുന്നുവെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിനിടയിലുള്ളത് മുഴുവൻ പ്രകാശിക്കുമായിരുന്നു. ഹജറുൽ അസ്വദ് ചുംബിച്ചവന്റെ രോഗം ഷിഫിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ 2 വസ്തുക്കളാണ് ഹജറുൽ അസ്വദും മഖാബും. 2 മുത്തുകളാണവ. ഇവ ഏത് രോഗി സ്പർശിച്ചാലും രോഗം അല്ലാഹു തആല സുഖപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരവധി തവണ ഹജറിനെ ചുംബിച്ചതായി തെളിവുകളുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജറുൽ അസ്വദിനെ ശരിയായ ആദർശത്തോടെ ചുംബിച്ചവർക്ക് പരലോകത്ത് അത് അനുകൂലമായി സാക്ഷ്യം വഹിക്കും. ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണം. മനുഷ്യരെ സൃഷ്ടിച്ച് അല്ലാഹു തആല ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ. അവരുടെ സമ്മതം കലം രേഖപ്പെടുത്തി. തുടർന്ന് ഇത് ഹജറുൽ അസ്വദിനകത്ത് നിക്ഷേപിച്ചു. മഹാനവറുകളുടെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഹജർ തൊട്ടുമുത്തുമ്പോൾ എൻ്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ, എൻ്റെ അമാനത്ത് ഞാൻ വീട്ടിയിരിക്കുന്നു. നിന്റെ അടുക്കൽ ഈ ഹജർ എനിക്ക് സാക്ഷിയാകാൻ വേണ്ടി. ഒരു ദിവസം മത്താഫിൽ പ്രവേശിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, നിശ്ചയം എനിക്കറിയാം നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു. ഇത് കേട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങിത് പറയരുത്. ഈ കല്ല് ഉപകാരവും ഉപദ്രവവും ചെയ്യും.
ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുർആനിൽ എവിടെയാണെന്ന് പറഞ്ഞു തരൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് ആദമിന്റെ മുതുകിൽ വെച്ച് ഒരു കരാർ വാങ്ങുകയും തങ്ങളുടെ കരാറിന് സ്വന്തം ശരീരങ്ങളെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം നബിയെ അങ്ങ് സ്മരിക്കുക. സൂറത്തുൽ അഅറാഫിലെ 172 വചനം. ശേഷം ഈ കരാർ ഒരു കടലാസിൽ രേഖപ്പെടുത്തി. ഹജറുൽ അസ്വദിന് അന്ന് നാവും 2 കണ്ണുകളും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ഉടമ്പടി ഹജറുൽ അസ്വദ് വിഴുങ്ങി. പ്രസ്തുത കരാർ പൂർത്തിയാക്കിയവന് കിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കണമെന്ന് കൂടി ഹജറുൽ അസ്വദിനോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ അബുൽ ഹസൻ, താങ്കളില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ഹിയയിൽ സീറത്തുൽ ഹലബിയിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇത്തരം നിരവധി മഹത്വങ്ങൾ ഹജറുൽ അസ്വദിൽ നിക്ഷിപ്തമായതായി കാണാം. ഹജറിൽ ചുംബിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നതാണ് ഇവയെല്ലാം. നേരിട്ട് ചുംബിക്കാനായില്ലെങ്കിൽ വടികൊണ്ട് തൊട്ടാണെങ്കിലും ബറക്കത്തെടുക്കണമെന്നും ഹജറുൽ അസ്വദിലേക്ക് ചൂണ്ടിയ കൈ 3 തവണ ചുംബിക്കൽ സുന്നത്താണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജർ ചുംബിക്കുന്നതിലൂടെ കരാർ പൂർത്തീകരണമാണ് അവന് ലഭ്യമാവുന്നത്. അതിനാൽ മുത്തുന്ന സമയത്ത് അള്ളാഹുവേ, നിന്നെ വിശ്വസിച്ചും കരാർ പൂർത്തിയാക്കിയും ഞാനിതാ ചുംബിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. ഹജറുൽ അസ്വദിന്റെ സ്ഥാനം ചെറുതല്ല എന്നതാണ് ഇതെല്ലാം തെര്യപ്പെടുത്തുന്നത്. ഇക്കാലം വരെ എത്രയെത്ര വിശ്വാസികളാണ് അത് ചുംബിച്ച് സായുജ്യമടഞ്ഞത്. ഇസ്ലാമിൽ പരിശുദ്ധമായി കാണുന്ന പലതും ഖിയാമത്ത് നാളിന് മുമ്പ് ഉയർത്തപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയവ ഈ ഗണത്തിൽപ്പെടും. അവിടുന്ന് പറഞ്ഞു, ഹജറുൽ അസ്വദിനെ നിങ്ങൾ ധാരാളമായി ചുംബിക്കുക, അത് നിങ്ങൾക്ക് ഇല്ലാതാക്കപ്പെട്ടേക്കാം. ഒരു രാത്രിയിൽ ജനങ്ങൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ പ്രഭാതമാകുമ്പോഴേക്കും അതില്ലാതാകും. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കെത്തിയ ഏതു വസ്തുവും കിയാമത്ത് നാളിന് മുമ്പ് അള്ളാഹു സ്വർഗത്തിലേക്ക് തന്നെ മടക്കുന്നതാണ്. അതിനാൽ വിശുദ്ധ ഹജറിന്റെ പവിത്രത ഉൾക്കൊള്ളാനും അതിനെ ബഹുമാനിക്കാനും വിശ്വാസികൾ സന്നദ്ധരാവണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം അതിനായി തിക്കും തിരക്കും കൂട്ടുന്നത് മര്യാദയല്ലെന്ന് മറക്കാതിരിക്കുക. ഹജ്ജ് സമയത്തും മറ്റും ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട്. വൃദ്ധരും രോഗികളും അടക്കമുള്ളവർക്ക് ഇത് ആപത്താകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മക്കയിൽ ചെന്ന് കഅബ ഷരീഫിൻ്റെ അടുത്ത് നിന്ന് ആ ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.